നമ്മളിപ്പോൾ ഉള്ളത് കുമാരപുരത്തെ സൂര്യാസ് സ്പാ ഹെയർ ആൻഡ് മേക്കപ്പിലാണുള്ളത്. നമ്മുടെ കൂടെയുള്ളത് സൂര്യാണ്. സോ സൂര്യ, ഇന്ന് എന്താണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്? ഇന്ന് ഞാനൊരു ഹെയർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഹെയർ കട്ട്, അതെ. ഹെയർ കട്ടിൽ നമ്മളൊരു ലെയർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. ലെയർ കട്ട്, ലോങ് ലെയർ ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം ക്ലയന്റിന്റെ മുടി കുറച്ച് ഹെയർ ലെങ്ത് ഉള്ളത് മാത്രമല്ല, കുറച്ച് തിക്നെസ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ലെയർ കട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് നമ്മളെ ക്ലയൻസിന് ഓരോ റിക്വയർമെന്റ്സ് ഉണ്ടാവും അല്ലെ, ലെങ്ത് കുറയാൻ പാടില്ല, അതുപോലെ തന്നെ വെച്ച് ലെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലയന്റിന്റെ പേരെന്താണ്? ആദിത്യയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. സോ നമുക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മള് കൺസൾട്ടേഷൻ തന്നെയാണ്. കൺസൾട്ടേഷൻ എന്ത് പ്രൊസീജിയർ ഹെയറിന്റെ വന്നാലും സ്കിന്നിന്റെ വന്നാലും ഒരു സ്പെഷ്യൽ ആണ്. നമ്മുടെ സൂര്യാസിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഹെയർ ആദ്യം കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ കട്ടോ ഇനി എന്ത് പ്രൊസീജിയർ ആണെങ്കിലും അതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അതെ. അപ്പോൾ കൺസൾട്ടേഷൻ കഴിഞ്ഞ ക്ലയന്റ് ആണല്ലേ? കൺസൾട്ടേഷൻ കഴിഞ്ഞു. ആക്ച്വലി ഈ കേൾ പാറ്റേൺ നമുക്ക് കേൾ പാറ്റേൺസ് തന്നെ 1 2 3 4 5 എന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ആക്ച്വലി നമ്മൾ ഹെയർ ഡ്രസ്സേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. അപ്പം 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആണ്. 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഫ്രോ ഹെയർ നന്നായിട്ട് കേൾ ആയിട്ടുള്ള ഹെയറിനെയാണ് പറയുന്നത്. അപ്പം ഈ ഒരു കേൾ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 2 ആണ് കേൾ പാറ്റേൺ. 2 ആണ് കേൾ പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ചെറിയ വേവ്സ് ആണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടെ ഒരു വേവ്സ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 3 കേൾ പാറ്റേൺ ആണ്. അപ്പൊ 3 ആയിട്ടുള്ള കേൾ പാറ്റേണിലാണ് നമുക്ക് നല്ല ലേയേഴ്സിനെ കാണാൻ പറ്റുന്നത്. നല്ല മൂവ്മെന്റ് കിട്ടും. ആ ലേയേഴ്സിനെ നമ്മൾ വെട്ടിയിടുമ്പം ഇങ്ങനെ വളഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിടക്കും. സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ടായിരിക്കും കിടക്കുന്നത്. ഈ ഒരു മുടിക്ക് നമുക്ക് ശരിക്കും ചേരുന്നത് ഫേസ് ഫ്രെയിമിംഗ് എന്ന് ആൾക്കാർ പറയുന്ന ഒരു കട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഫോർവേഡ് ഗ്രാജുവേഷൻ എന്നാണ് ആ കട്ടിന് പറയുന്നത്. അപ്പം ആ കട്ട് ആണ് ഇതിന് ഈ മുടിക്ക് ഏറ്റവും നന്നായിട്ട് ചേരുക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്ടായിട്ട് ഇങ്ങനെ ചെയ്യും. പക്ഷെ ക്ലയന്റിന് അത്രയും ഷോർട്ട് ആക്കണ്ടെന്ന് പറഞ്ഞു. ചെറിയ ഫേസ് ആണ്, പിന്നെ പുട്ടപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ലെയർ ചെയ്യാം. എൻഡ്സ് എല്ലാം സ്പ്ലിറ്റ് എൻഡ് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് കട്ട് ചെയ്ത് കളയാനും കൂടെ വേണ്ടിയിട്ട് ഒരു ലെയർ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയിപ്പം ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്റ്റുഡന്റ് ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ സ്റ്റുഡന്റിനോട് പറയാണ്, റംസി. നമ്മുടെ സൂര്യക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിലൊരു സ്റ്റുഡന്റ് ആണ് നമുക്കിന്ന് അല്ലേ ലേഡീസ് അവറിലുള്ളത്. പേര് എന്താണ്? എന്റെ പേര് റംസി എന്നാണ്. റംസിക്ക് സ്വന്തമായിട്ട് ഒരു പാർലറും ഉണ്ടല്ലേ? അത് എവിടെയാ വരുന്നത്? നെടുമങ്ങാട്. എന്താ പാർലറിന്റെ പേര്? റാമിസിൽ ഓൾറെഡി അല്ലേ പഠിച്ചു കഴിഞ്ഞ് അതിന്റെ ഒരു സ്റ്റാർട്ടപ്പും തുടങ്ങി. അപ്പൊ നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി റംസിയാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഹെയർ വാഷിലേക്ക് പോകാം. അതെ, ഓക്കെ. അപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞ് നമ്മുടെ ആദിത്യ വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഞാൻ കണ്ടതിലൊരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയതാണ്. സാധാരണ നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇത് ഒരു ഡിഫറെൻ്റ് ആണ്. ലൈക്ക് എന്താ പറയുക, നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഈ ഒരു എന്താ പറയുക ടവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, അത് റംസി ചെയ്തതാണ്. സോ അതാ പറഞ്ഞത്, ഇതുപോലത്തെ ഉള്ള കുറെ കാര്യങ്ങൾ അല്ലേ, ആ പ്രൊഫഷണലിസം കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ ടവൽ എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ ഒന്ന് മടക്കണം, ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇടുക. അതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ നന്നായിട്ട് വലിക്കണം, നന്നായിട്ട് ടൈറ്റ് ആക്കണം. ടൈറ്റ് ആക്കിയിട്ട് ഈ ഭാഗം കൊണ്ടുവന്നിട്ട് ഇവിടെ സെക്യൂർ ചെയ്ത് വെക്കണം. ഈ മടക്കിനകത്തേക്ക് സെക്യൂർ ചെയ്യണം. അപ്പം നമുക്ക് ലോങ് ഹെയർ ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ലോങ് ഹെയർ ആണല്ലോ, അപ്പോൾ ഈ ഹെയറിനെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കാൻ പറ്റും. ഇങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്ലീറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടും ഇരിക്കും, സെക്യൂർ ആയിട്ടും ഇരിക്കും. ഹെയർ കട്ടിങ് അതല്ലേ, ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഞാനൊരു ബോക്സിൽ കുറച്ച് ഫ്രിഞ്ചസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ശരിക്കും എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ പ്രൊഫൈലും റേഡിയലും 2 സെക്ഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്.
ഹെയറിന്റെ സെക്ഷൻസ് എടുത്തു വെച്ചല്ലേ, ഇതിന് ഒരു പ്രത്യേക സെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ആക്ച്വലി സാധാരണ കട്ട് ചെയ്യുമ്പോൾ എടുക്കുന്നത് ഒരു സെൻട്രൽ പ്രൊഫൈലും റേഡിയൽ പാർട്ടിങ്ങും ആണ് ചെയ്യുന്നത്. ഇപ്പം ഫ്രണ്ടിൽ കുറച്ച് ഫ്രിഞ്ചസ് വേണം എന്നുള്ളത് കൊണ്ട് ഫ്രണ്ടിൽ ഒരു ബോക്സ് സെക്ഷനും എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സെക്ഷൻ ബാക്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഈ താഴോട്ട് ഇട്ടിരിക്കുന്ന ഈ മുടി എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ലെയർ ചെയ്യില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരിമീറ്റർ, അതായത് ആ ഒരു ഷേപ്പ് ഇല്ലേ, ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെയറിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന് എക്സ്റ്റീരിയർ ഹെയർ എന്നാണ് പറയുന്നത്, ഈ ഒരു പോർഷന് അങ്ങനെയാണ് പറയുന്നത്. അപ്പം എക്സ്റ്റീരിയർ നമ്മൾ എപ്പോഴും പെരിമീറ്റർ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇൻറ്റീരിയർ പോർഷൻസ് ഉണ്ട്, അതായത് നമ്മുടെ ഈ ക്രൗൺ ഒക്കെ ഇല്ലേ, ഇത്രയും പോർഷൻസ് നമുക്ക് മാക്സിമം ലെയേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഈ പെരിമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള കട്ട് ചെയ്യുന്നത് 0 ഡിഗ്രിയിലാണ് എപ്പോഴും കട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് കോംബ് ചെയ്ത് താഴെ കൊണ്ടുവന്ന് സെക്യൂർ ചെയ്തിട്ട് മേളിലോട്ട് എടുത്ത് കാണിക്കാം. ഇത്രയും മുടിയാണ് വെട്ടുന്നത്. അപ്പം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലബ് കട്ട് പോലെ ഒറ്റ ഇതിൽ ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. നമുക്ക് ലെയേഴ്സിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ട് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിരൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വരും. അപ്പം ആ ഗ്യാപ്പിൽ വെച്ച് വെട്ടാതെ നമ്മൾ ഒന്നും കൂടെ സെക്ഷൻ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട് കാരണം നമ്മുടെ ഈ വിരലിൻ്റെ ഇടയിൽ ടൈറ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു ടെൻഷൻ നമുക്ക് ഇവിടെ കിട്ടില്ല. അപ്പം ലെങ്ത്തിൽ ചെറിയ ഡിഫറൻസ് വരും. പിന്നെ ഇപ്പം ഞാനൊരു ലെയർ ചെറുതായിട്ടൊരു യു ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഞാൻ ഓവർ ഡയറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലെങ്ത്ത് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, ലെങ്ത്ത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ മുടിയെ പിടിച്ചിട്ട് നമുക്കൊന്ന് മേളിലോട്ട് കൊണ്ടുവന്നിട്ട് നോക്കണം. അപ്പം ഇങ്ങനെ പിടിക്കുമ്പം ഇവിടെ കുറച്ച് കൂടുതലാണ്, ഈ സൈഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് മാത്രം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടുത്ത സെക്ഷൻ എടുക്കാൻ പോവാണ്. അടുത്ത സെക്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് 3 സെക്ഷൻ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ തന്നെ 3 എടുക്കാം. ഈ ബാക്കിലുള്ള സെക്ഷനിൽ തന്നെ നമുക്ക് 3 എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1 എടുക്കാം. 1 എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നന്നായിട്ട് ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ ആ ആംഗിൾ വെച്ചിട്ട് ഷോർട്ട് ടു ലോങ് ആയിട്ട് വെട്ടാൻ പറ്റും. നമ്മൾ ആ ഹെയർ കട്ടിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയാണ് അല്ലേ? ഈ ഒരു ലെയേഴ്സ് ഒക്കെ വരുന്നത് നമുക്ക് ഇനിയും ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് ഷോർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഇപ്പം ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇത് തമ്മിലൊരു കണ്ടിന്യൂഷൻ വേണം. അതായത് ബാക്കിലുള്ള ഹെയറും ഈ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ഹെയറും തമ്മിലൊരു കണ്ടിന്യൂഷൻ വേണം. അതുകൊണ്ട് കുറച്ച് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തു. പ്ലസ് നമ്മുടെ ക്ലയന്റിന്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഫേസ് ആണ്. നമ്മൾ ആക്ച്വലി ഹെയർ കട്ടിൽ നമുക്ക് ഫേസ് കോണ്ടോറിങ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെയൊക്കെ നല്ല വൈഡായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇവിടെ അതായത് സ്ക്വയർ ഫേസ് ഒക്കെ ഉള്ളതും ഈ താടിയലിലൊക്കെ കുറച്ച് വൈഡായിട്ടിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഇവിടെ മുതൽ ഫ്രെയിം ചെയ്യാൻ പറ്റും ഫേസിനെ. അപ്പോൾ ഇങ്ങോട്ട് മുടി വരുമ്പോഴേക്കും ആ എല്ല് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത് കുറയും. അപ്പം പക്ഷെ ഈ ഫേസിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഫേസാണ്, ഓവൽ ഫേസുമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഫേസ് കുറച്ചും കൂടെ നീളമുള്ളതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോൾ ലാസ്റ്റ് ഈ ഒരു സെക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഫ്രിഞ്ചസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ലുക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പം ഈ ഫ്രിഞ്ചസ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഏറ്റവും ഷോർട്ടസ്റ്റ് ഫ്രിഞ്ച് വരുന്നത് നമുക്ക് ആ ഒരു ലിപ്പിൻ്റെ അല്ലെങ്കിൽ നോസിൻ്റെ ലെവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുൾ ഹെയറിനെടുത്തിട്ട് 2 രീതിയിൽ ചെയ്യാം നമുക്ക്. ഒന്ന് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന്
കട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ ഞാൻ ഏറ്റവും ബാക്കിൽ നിന്നാണ് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പം. അതാണ് ഇത്രയും ഹെയർ ആണ് ഇത്ര ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. കുഴപ്പമില്ലല്ലോ. ഓൾവേസ് ആ ഒരു ക്ലയൻസിന്റെ അല്ലേ ഒരു ഇഷ്ടം നോക്കി മാത്രമേ വെട്ടാൻ പാടുള്ളൂ. ഇതിവിടെ ഞാൻ സ്ട്രെയിറ്റ് സെക്ഷൻ എടുത്തത്. വേണമെങ്കിൽ നമുക്ക് സിക്സാഗ് ആയിട്ടും എടുക്കാൻ പറ്റും. ലെയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സിക്സാഗ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഏത് ഭാഗത്തേക്ക് വിടാം. ഈ ഭാഗത്തേക്ക് വേണമെങ്കിൽ സൈഡ് പാർട്ടിങ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്കും നമുക്ക് മുടിയിടാം, ഈ ഭാഗത്തേക്കും ഇടാം, എങ്ങനെയാണെങ്കിലും ഇടാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ നോക്കുമ്പം അറിയാൻ പറ്റും ഫ്രിഞ്ചസ് വന്ന് കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ടും എല്ലാം ഇടാം. ഇനി ഇതിനെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആദിത്യ അല്ലേ? അതെ. അപ്പോൾ ആദിത്യ നല്ല നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരു നാടൻ സ്റ്റൈലായിരുന്നു. ഇപ്പോൾ നല്ല കുറച്ചുകൂടി ഒരു ട്രെൻഡി ആയിട്ടുണ്ട്. ഇതിൽ ഇനിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഈ ഫ്രിഞ്ചസ് കുറച്ചുകൂടെ ഷോർട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല ഒരു പുതിയൊരു സ്റ്റൈലായിട്ട്. പിന്നെ നമ്മൾ ആ ഫ്രിഞ്ചസിൽ തന്നെ അല്ലെങ്കിൽ ലെയറിന്റെ എൻഡിൽ നമ്മൾ ചെറുതായിട്ട് കളറിങ് ഒക്കെ ചെയ്താൽ ഇപ്പം ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് കളേഴ്സ് ആണ്. അതായത് ഈ ബ്രൗണിന്റെ ഫാമിലി, അതായത് ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലോണ്ടിന്റെ ഫാമിലി ആണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹെയർ കട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൂര്യ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഒരുപാട് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളുമായിട്ട് നമ്മുടെ കൂടെ സൂര്യ ഉണ്ടാവും. അതുവരെ ടിൽ ദെൻ ബൈ.